ചാപ്റ്റർ 2 റിഗ്രഷൻ അനാലിസിസ്. നോക്കൂ, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാനാണ് കോറിലേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഈ ചാപ്റ്ററിൽ റിഗ്രഷൻ എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. റിഗ്രഷൻ എന്നുള്ള ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് സർ ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ്. അപ്പം എന്താണ് റിഗ്രഷൻ? ദ വേർഡ് റിഗ്രഷൻ മീൻസ് ഗോയിങ് ബാക്ക്. റിഗ്രഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം മടക്കം എന്നാണ്. റിഗ്രഷൻ അനാലിസിസിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. റിഗ്രഷൻ അനാലിസിസിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത് റിഗ്രഷൻ അനാലിസിസ് ഈസ് എ മാത്തമാറ്റിക്കൽ മെഷർ ഓഫ് ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. രണ്ടോ അതിൽ കൂടുതൽ വേരിയബിൾസ് തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രകൃതവുമായുള്ള ഗണിതപരമായ അളവാണ് റിഗ്രഷൻ അനാലിസിസ്. കോറിലേഷനിൽ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പാണ് പഠിച്ചിരുന്നതെങ്കിൽ റിഗ്രഷനിൽ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള നേച്ചർ ഓഫ് റിലേഷൻഷിപ്പാണ് പഠിക്കുന്നത്. ഇനി ഇതിൽ പറയുന്ന നെക്സ്റ്റ് ടേം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നാണ്. അപ്പം എന്താണ് ഡിപ്പെൻഡൻറ്റ്, എന്താണ് ഇൻഡിപെൻഡൻറ്റ്? ഡിപ്പെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആശ്രയിക്കലല്ലേ, ഒന്നിനോട് ആശ്രയിക്കുന്നതാണ് ഡിപ്പെൻഡൻറ്റ്. ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ട് നിൽക്കലാണ് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ നോക്കൂ, ദ വേരിയബിൾ ഹൂസ് വാല്യൂ ഈസ് ടു ബി പ്രഡിക്റ്റഡ് ഈസ് കാൾഡ് ഡിപ്പെൻഡൻറ്റ് ഓർ റെസ്പോൺസ് വേരിയബിൾ ആൻഡ് ദ വേരിയബിൾ യൂസ്ഡ് ഫോർ പ്രഡിക്ഷൻ ഈസ് കാൾഡ് ഇൻഡിപെൻഡൻറ്റ് ഓർ പ്രഡിക്റ്റർ വേരിയബിൾ. ഏതിൻ്റെ വിലയാണോ പ്രവചിക്കേണ്ടത് ആ വേരിയബിളിനെ ഡിപ്പെൻഡൻറ്റ്, അതായത് ആശ്രിത ചരം അഥവാ പ്രതികരണ ചരം എന്ന് പറയുന്നു. പ്രവചനത്തിന് ഉപയോഗിക്കുന്ന വേരിയബിളിനെ ഇൻഡിപെൻഡൻറ്റ് അല്ലെങ്കിൽ പ്രഡിക്റ്റർ വേരിയബിൾ എന്ന് പറയുന്നു. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ചരം അഥവാ പ്രവചന ചരം എന്നും വിളിക്കുന്നു. അപ്പം ഏതിൻ്റെ വിലയാണോ പ്രവചിക്കേണ്ടത് അതിനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നും, പ്രഡിക്റ്റ് ചെയ്യാൻ പ്രവചനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വേരിയബിളിനെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നും പറയുന്നു. ഇനി അടുത്ത ടോപ്പിക് ലീനിയർ റിഗ്രഷൻ. വെൻ ദ ഗിവൺ ബൈവേരിയറ്റ് ഡാറ്റ ആർ പ്ലോട്ടഡ് ഓൺ എ ഗ്രാഫ് പേപ്പർ വി ഗെറ്റ് എ സ്കാറ്റർ ഡയഗ്രാം. ഒരു ബൈവേരിയറ്റ് ഡാറ്റയെ ഗ്രാഫ് പേപ്പറിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്കാറ്റർ ഡയഗ്രാം ആണ് കിട്ടുക എന്നുള്ളത് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. If the points on the scatter diagram concentrate around a straight line, that line is called a regression line or line of best fit. ഈ സ്കാറ്റർ ഡയഗ്രാമിലെ പോയിന്റ്സ് ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു നേർരേഖയ്ക്ക് സമീപം കേന്ദ്രീകരിച്ചിരിക്കുന്നുവെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈനെയാണ് റിഗ്രഷൻ ലൈൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. ചുരുക്കത്തില് ഒരു സ്കാറ്റർ ഡയഗ്രാം വരഞ്ഞു. സ്കാറ്റർ ഡയഗ്രാമിനെ ചുറ്റിപ്പറ്റി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയാൻ കഴിയുന്നുവെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈനെയാണ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് അല്ലെങ്കിൽ റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത്. ഇപ്പൊ റിഗ്രഷൻ ലൈനിന്റെ മലയാളം വേർഡ് എന്താണ്? സമാശ്രയ രേഖ എന്നുള്ളതാണ്. ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാലോ ഏറ്റവും അനുയോജ്യമായ രേഖ. The equation of such a line is the first degree equation x and y. ഇത്തരം രേഖകളുടെ ഇക്വേഷൻസ് എക്സ് വൈ എന്നീ ചരങ്ങൾ ഉൾപ്പെട്ട ഒന്നാം കൃതി സമവാക്യമായിരിക്കും. Since the relationship between the variables x and y is not reversible, we have two regression lines. അതുകൊണ്ട് തന്നെ എക്സ് വൈ എന്നീ ചരങ്ങൾ തമ്മിലുള്ള ബന്ധം തിരിച്ചിടാൻ, അതായത് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തതിനാൽ നമുക്ക് രണ്ട് റിഗ്രഷൻ ലൈൻസ് സമാശ്രയ രേഖകൾ ലഭിക്കുന്നു. അപ്പൊ ഏതൊക്കെയാണ് രണ്ട് രേഖകള്? വൺ റിഗ്രഷൻ ലൈൻ ഷോസ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ. ഒന്ന് എക്സ് ഓൺ വൈ ആയിരിക്കും.
നെക്സ്റ്റ് റിഗ്രഷൻ ഇക്വേഷൻ y ഓൺ എക്സ് ആണ്. ഓക്കെ, റിഗ്രഷൻ ലൈൻ 2 ടൈപ്സ് ഉണ്ട് പറഞ്ഞു. ഒന്ന് എക്സ് ഓൺ വൈയും നെക്സ്റ്റ് വൺ y ഓൺ എക്സും ആണ്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ 2 തരം റിഗ്രഷൻ ലൈന് എന്താണ് എന്നുള്ളൊരു ഡൗട്ട് വരാം. ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ കാര്യം പറയാം. നോക്കൂ, നിങ്ങൾ എന്നെ ഒരാൾക്ക് പരിചയപ്പെടുത്തുന്നുവെങ്കിൽ എങ്ങനെയാ നിങ്ങൾ പറയുക? ഇത് എൻ്റെ ടീച്ചറാണ് എന്നുള്ളതാണ് പറയുന്നത്. അതേസമയം ഞാനാണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിലോ എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. പക്ഷേ വേരിയബിൾ ഇവിടെ രണ്ടും ഒരേ വേരിയബിൾ ആണ്. ഒന്ന് ഞാനും നെക്സ്റ്റ് വൺ നിങ്ങളും. അപ്പം ഞാൻ എക്സും നിങ്ങൾ വൈയും ആണെങ്കിലും ഇവർ തമ്മിലുള്ള ബന്ധം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നുവെങ്കിൽ എൻ്റെ സ്റ്റുഡൻ്റ് ആണെന്നും നിങ്ങൾ പറയുമ്പോൾ നേരെ തിരിച്ച് എൻ്റെ ടീച്ചറാണ് എന്നുമാണ് പറയുന്നത്. അപ്പം നോക്കൂ, അതുപോലെ തന്നെയാണ് ഇവിടെയും 2 ലൈൻസ് വരുന്നത്. ഒന്ന് എക്സ് ഓൺ വൈ ആണ്, നെക്സ്റ്റ് വൺ വൈ ഓൺ എക്സ് ആണ്. ഈ 2 റിലേഷൻഷിപ്പും റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒന്ന് എക്സ് ഓൺ വൈ ആണ്, നെക്സ്റ്റ് റിലേഷൻ എന്താണ്? വൈ ഓൺ എക്സ് ആണ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഇവിടെ 2 ബന്ധമാണ് എന്ന് പറഞ്ഞു. ഒന്ന് എക്സ് ഓൺ വൈയും നെക്സ്റ്റ് വൺ വൈ ഓൺ എക്സും ആണ്. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? റിവേഴ്സിബിൾ അല്ല എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. അതായത് എക്സ് ഓൺ വൈ കിട്ടുന്ന ആൻസർ ആയിരിക്കില്ല വൈ ഓൺ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. റിഗ്രഷൻ ലൈന് 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് എക്സ് ഓൺ വൈ ആണ്, നെക്സ്റ്റ് വൺ വൈ ഓൺ എക്സ് ആണ്. ഇനി നോക്കൂ, എക്സ് ഓൺ വൈന്റെ ഫോർമുല എക്സിലല്ലേ സ്റ്റാർട്ട് ചെയ്യണത്. സോ എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി. ഇവിടെ നോക്ക്, എക്സിന്റെ ടേം അല്ലേ ഈ ഭാഗത്ത്. അപ്പൊ ബി എക്സ്. പിന്നെ നോക്ക്, വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ എന്നാണ് ഫോർമുല. അതേസമയം വൈ ഓൺ എക്സ് ആണെങ്കിലോ അടക്കം വൈ അല്ലേ. അപ്പൊ വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബിന്റെ കൂടെ ആദ്യം എന്ത് വേണം? ഇവിടെ വൈ ടേം ആയതുകൊണ്ട് ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഇതാണ് ഫോർമുല. ഇനി കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ബി എക്സ് വൈനെയും ബി വൈ എക്സിനെയും വിളിക്കുന്നത് റിഗ്രഷൻ കോഎഫിഷ്യൻസ് എന്ന പേരിലാണ് അറിയപ്പെടുക. ഇപ്പൊ ഏതൊക്കെയാണ് റിഗ്രഷൻ കോഎഫിഷ്യന്റ്? ബി എക്സ് വൈയും റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആണ്, ബി വൈ എക്സും റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആണ്. 2 റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഉണ്ട്. അപ്പൊ കൂടാതെ ഇതിൽ ഇനി ഒന്ന് രണ്ട് പോയിന്റ്സുകളും കൂടെ പറയാനുള്ളത്, ഇവ രണ്ടും റിഗ്രഷൻ കോഎഫിഷ്യൻസ് ആണെങ്കിലും രണ്ടിനും 2 തരത്തിലുള്ള പേരാണുള്ളത്. നോക്കൂ, ഫസ്റ്റ് വൺ ബി എക്സ് വൈ. ബി എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇതിന്റെ കൂടെ ഇനി ഒരു പേരും കൂടി ഉള്ളത് ബി എക്സ് വൈ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആണ്. ഏതിന്റെ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആണ്? എക്സ് ഓൺ വൈന്റെ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആണ്. ക്ലിയർ? അങ്ങനെയെങ്കിൽ ബി വൈ എക്സ് പറഞ്ഞാൽ എന്താണ്? റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആണ്. ആരുടെ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആണ്? വൈ ഓൺ എക്സിന്റെ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആണ്. ക്ലിയർ? ഇനി ഇവ രണ്ടും എപ്പോഴാണ് ഉപയോഗിക്കുക എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അതും ക്ലിയർ ചെയ്ത് തരാം. ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് എക്സ് ഓൺ വൈ ഉപയോഗിക്കുന്നത് വൈന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഗിവൺ. എക്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യും. അപ്പൊ നോക്കൂ, ഇവിടെ എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ എന്നാണ് ഫോർമുല. അപ്പൊ നോക്കൂ, അൺനോൺ ആയ എക്സിന്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഇക്വേഷൻ എന്തായി മാറും നോക്കൂ. എക്സ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. നെഗറ്റീവ് എക്സ് ബാർ ഈക്വൽ ടു ഇങ്ങേ ഭാഗത്ത് വന്നപ്പോൾ പോസിറ്റീവ് എക്സ് ബാർ ആയി മാറി. ഇവിടെ നോക്കൂ, ഈ ഫോർമുല യൂസ് ചെയ്യുന്നത് എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, വൈ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ദിസ് ഫോർമുല യൂസ് ചെയ്യും. വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആണ് ഫോർമുല.
ഇനി വേണ്ടത് നോക്കൂ, നമുക്ക് വൈന്റെ വാല്യൂ ആണ് വേണ്ടത്. വൈ വാല്യൂ വേണമെങ്കിൽ ഈ ഭാഗത്ത് y ഈക്വൽ ടു അങ്ങനെ തന്നെയല്ലേ എഴുതാ. ഈ ടേംസിനെ അതുപോലെ കീപ്പ് ചെയ്തു. ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഇനി നോക്ക്, നെഗറ്റീവ് വൈ ബാർ ഈക്വൽ ടു ഇങ്ങേ ഭാഗത്തേക്ക് എത്തിയപ്പോൾ പോസിറ്റീവ് വൈ ബാർ ആയി മാറി. അപ്പോൾ എപ്പോഴാണ് രണ്ട് റിഗ്രഷൻ ഇക്വേഷൻ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു. ഇനി ഒരു പോയിന്റും കൂടെ പറയാനുള്ളത്, വൈന്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഫസ്റ്റ് ഫോർമുല യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വൈന്റെ വിലകൾക്കനുസരിച്ച് എക്സിന്റെ വില മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയെങ്കിൽ വൈനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആരുള്ളത്, എക്സ് ഉള്ളത്. അതുകൊണ്ട് വൈനെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും എക്സ് ആർക്ക് ഡിപ്പെൻഡന്റ് ആയിരിക്കും, വൈക്ക് ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ വൈ ഇൻഡിപെൻഡന്റ് ആണ്. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സ്വതന്ത്രമാണ്. പക്ഷെ എക്സ് ഡിപ്പെൻഡന്റ് ആണ്. എക്സ് ആർക്ക് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, വൈക്ക്. അതുപോലെ ഇവിടെ ഒന്ന് നോക്കൂ, ഇവിടെ കേസ് പറഞ്ഞു. ഇവിടെ എന്താണ്, എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ വൈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് വൈ ഓൺ എക്സ് എന്നുള്ള ഫോർമുല യൂസ് ചെയ്യുന്നത്. അപ്പൊ നോക്കൂ, എക്സിന്റെ വിലകൾ മാറുന്നതിനനുസരിച്ച് വൈന്റെ വാല്യൂ മാറും. അതായത് വൈ ആർക്ക് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കണോ, എക്സിന്. അങ്ങനെയെങ്കിൽ വൈനെ നമ്മൾ എന്ത് വിളിക്കും, ഡിപ്പെൻഡന്റ് ആണ് എന്ന് പറയും. എക്സ് എന്താണ്, ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഇത് വൺ വേർഡില് ചോദിക്കാറുണ്ട്, അത് അറിഞ്ഞു വെക്കണം. എക്സ് ഓൺ വൈയില് വൈ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, എക്സ് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണെങ്കിൽ വൈ ഓൺ എക്സില് എക്സ് ഇൻഡിപെൻഡന്റ്, വൈ ഡിപ്പെൻഡന്റ് ആണ്. ഇപ്പൊ ഏതെങ്കിലും ഒന്ന് തറവായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ അതിന്റെ നേരെ റിവേഴ്സ് ഓർഡർ ആയിരിക്കും നെക്സ്റ്റ് വൺ. ക്ലിയർ? റിഗ്രഷൻ ലൈൻ വൈ ഓൺ എക്സിന്റെ ഫോർമുല y മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ എന്നാണ് ഫോർമുല. ഇത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. ഇവിടെ y അല്ലേ, ഈക്വൽ ടുന്റെ ഇങ്ങേ ഭാഗത്ത് y ആണ്. അപ്പൊ ബിയില് ആദ്യം എന്തെഴുതി കൊടുക്കാം, y എഴുതി കൊടുക്കാം. പിന്നെ ഏതാണ്, എക്സിന്റെ ടേംസ് അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എക്സ് എഴുതി കൊടുക്കണം കേട്ടോ. ഇനി ബി വൈ എക്സ് എന്ന് പറഞ്ഞാല് കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ് ആണ് ഫോർമുല. ഇപ്പൊ കോവേരിയൻസ് ഓഫ് എക്സ് വൈ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1/n സിഗ്മ എക്സ് വൈ മൈനസ് എക്സ് ബാർ വൈ ബാർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോവേരിയൻസ് ഓഫ് എക്സ് വൈ നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. ഇനി നോക്കൂട്ടോ, ഈ ഇക്വേഷന് ഞാനൊരു n സ്ക്വയർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണ വിചാരിക്കൂ. ഇപ്പൊ n സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേമിനെയും n സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, മൈനസ് സെക്കൻഡ് ടേമിനെയും n സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ ആയോ? ഇനി നോക്കൂ, n സ്ക്വയർ പറഞ്ഞാൽ എന്താണ് അർത്ഥം, n ഇൻറ്റു n ആണ്. ഇൻറ്റു 1/n സിഗ്മ എക്സ് വൈ ഉണ്ട്, മൈനസ് n സ്ക്വയർ പറഞ്ഞാൽ എന്താ അർത്ഥം, n ഇൻറ്റു n ആണ്. ഇൻറ്റു എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സിഗ്മ എക്സ് ബൈ n ആണ്. വൈ ബാർ പറഞ്ഞാല് സിഗ്മ വൈ ബൈ n ആണ്. ഇനി നോക്കൂ, ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ള n ക്യാൻസൽ ചെയ്തു. അതേപോലെ ഇവിടെ ഓരോ n ക്യാൻസൽ ചെയ്തു, ഇവിടെയുള്ള n ക്യാൻസൽ ചെയ്തു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇനി ഇവിടെ ആരേ ഉള്ളൂ, n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ആണ്. നോക്കൂ, ഈ ഫോർമുലയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. ഇപ്പൊ കൊവേരിയൻസ് ഓഫ് എക്സ് വൈനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടും. ഇങ്ങനെ എഴുതിയാലും കൊവേരിയൻസ് എക്സ് വൈന്റെ ഫോർമുല എന്താണ്, കറക്റ്റ് ആണ്. ഓക്കെ, അതുപോലെ വേരിയൻസ് ഓഫ് എക്സ്, വേരിയൻസ് ഓഫ് എക്സിന്റെ ഫോർമുല എന്താ പറഞ്ഞത്, വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു 1/n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ആണ് ഫോർമുല. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഒരു n സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അന്നേരം വരുന്ന ചേഞ്ച് നോക്കൂ, n സ്ക്വയർ ഇൻറ്റു 1/n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബാർ അല്ലേ, എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താ, സിഗ്മ എക്സ് ബൈ n ആണ്.
എത്ര ടൈംസ് ഉണ്ട്? 2 ടൈംസ് സിഗ്മ എക്സ് ബൈ എൻ ഉണ്ട്. കൂടാതെ ഈ 2 ടേമിലും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? എൻ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ എൻ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു n into n into 1 by n into sigma x square minus sigma x by n into sigma x by n into n into n. ഓക്കെ, അപ്പൊ ഈ 2n ഇവിടത്തെ 2n തമ്മിൽ കട്ട് ചെയ്തു പോയി. പിന്നെ എന്താ ഉള്ളത് നോക്കൂ, അവിടെ ബാക്കി സിഗ്മ എക്സ് ഉണ്ട്, 2 തവണ സിഗ്മ എക്സ് ഉണ്ട്. ഇവിടെ നോക്കൂ, n കട്ട് ചെയ്തു, പിന്നെ എന്തുണ്ട്? n into സിഗ്മ എക്സ് സ്ക്വയർ ഉണ്ട്. സോ വിച്ച് ഈസ് ഈക്വൽ ടു n into സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് ഈ 2 ടൈംസ് സിഗ്മ എക്സ് ഉള്ളതിന് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സിംപ്ലിഫിക്കേഷൻ നിങ്ങൾ പഠിക്കേണ്ടതില്ല, എങ്ങനെ ടെക്സ്റ്റിലുള്ള ഫോമിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അത് സിംപ്ലിഫിക്കേഷൻ ചെയ്താല് ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ്. അല്ലെങ്കിൽ എന്തെഴുതാം നമുക്ക്? വിച്ച് ഈസ് ഈക്വൽ ടു 1 by n സിഗ്മ എക്സ് വൈ മൈനസ് എക്സ് ബാർ വൈ ബാർ ഇങ്ങനെ എഴുതാം. ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സിന് 1 by n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. അല്ലെങ്കിൽ ബി വൈ എക്സിനെ ഇങ്ങനെ എഴുതാം, n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ ഫോമിലും ബി വൈ എക്സിനെ എക്സ്പ്രസ് ചെയ്യാം. റിഗ്രഷൻ ലൈൻ y ഓൺ എക്സിന്റെ ഫോർമുലയാണ് ദിസ് വൺ. റിഗ്രഷൻ ലൈൻ എക്സ് ഓൺ വൈന്റെ ഫോർമുല എന്താണ്? എക്സ് ഇവിടെ എക്സ് അല്ലേ തുടക്കത്തില്ലേ, അപ്പൊ എങ്ങനെ തുടങ്ങും? എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു, നോക്കൂ ബി എഴുതി, ഈ സൈഡിൽ എക്സ് ആയതുകൊണ്ട് ആദ്യം എക്സ് എഴുതുക, പിന്നെ വൈ, ഇവിടെ വൈ ഉള്ളത് കൊണ്ട് പിന്നെന്താ വൈന്റെ ടേംസ് എഴുതി കൊടുത്തു. നേരത്തെ പറഞ്ഞ പോലെ ബി എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? കോവേരിയൻസ് ഓഫ് എക്സ് വൈ ആണ്. ഡിവൈഡഡ് ബൈ ബി എക്സ് വൈ, ഇതിന്റെ കൂടെ ആരാ ഉള്ളത്? വേരിയൻസ് ഓഫ് വൈ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഒന്നുകിൽ എങ്ങനെ ചെയ്യാം? 1 by n സിഗ്മ എക്സ് വൈ മൈനസ് എക്സ് ബാർ വൈ ബാർ കോവേരിയൻസിന്റെ ഫോർമുല ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് വൈ 1 by n സിഗ്മ വൈ സ്ക്വയർ മൈനസ് വൈ ബാർ ദ ഹോൾ സ്ക്വയർ ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ തൊട്ടു മുമ്പ് സിംപ്ലിഫിക്കേഷൻ ചെയ്തതുപോലെ n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ ഇവിടെ ഡിനോമിനേറ്ററിനെയും എൻ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്തായി മാറും? n ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ ഫോമായി മാറും. ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം, തെറ്റില്ല. ഏതാണോ നിങ്ങൾക്ക് ഈസി ആയി തോന്നുന്ന വഴി ആ വഴിക്ക് നിങ്ങൾ നീങ്ങുക. റിഗ്രഷൻ കോഎഫിഷ്യന്റ് ബി എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് വൈ ആണ്. അതേസമയം ബി വൈ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ് ആണ്. അപ്പൊ കോവേരിയൻസ് രണ്ടിടത്തും സെയിം തന്നെയാണ്. ഇവിടെ വൈ ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ വേരിയൻസ് ഓഫ് വൈ ആണ്, ഇവിടെ എക്സ് ആണെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് ആണ്. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാം. റിഗ്രഷൻ ഇക്വേഷൻസ് 2 ടൈപ്പ് ഉണ്ട്. ഇവിടെ കാണുന്നത് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് ആണ്. വൈ ഓൺ എക്സിൽ ചെയ്യാനുള്ളത് എക്സിന്റെ വില തന്നിട്ടുണ്ടാവും, വൈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് വൈ ഓൺ എക്സ് എന്നുള്ള ഫോർമുല യൂസ് ചെയ്യുന്നത്. നോക്കൂ, റിഗ്രഷൻ വൈ ബാർ എന്ന് പറഞ്ഞാൽ ഫോർമുല സിഗ്മ വൈ ബൈ എൻ ആണ്. എക്സ് ബാർ ഫോർമുല നമുക്കറിയാം സിഗ്മ എക്സ് ബൈ എൻ ആണ്. ബി വൈ എക്സ് പറഞ്ഞാൽ എന്താണ് ഫോർമുല? നോക്കൂ, കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ്. കോവേരിയൻസ് ഓഫ് എക്സ് വൈ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. 1 by n സിഗ്മ എക്സ് വൈ മൈനസ് എക്സ് ബാർ വൈ ബാർ ആണെന്നറിയാം. വേരിയൻസ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല 1 by n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ആണെന്ന് അറിയാം. ഇനി അടുത്ത റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ. എക്സ് ഓൺ വൈന്റെ ഫോർമുല ഇതാണ്, എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ എന്നുള്ളതാണ് ഫോർമുല. ഇവിടെ എക്സ് ഡിപ്പെൻഡന്റ് വേരിയബിളും വൈ ഇൻഡിപെൻഡന്റ് വേരിയബിളും ആണ്.
If you like the video, please subscribe and press the bell icon.